നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി 300 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എല്ല് കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കാം. ഇതിലേക്കായി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പുളിയില്ലാത്ത 2 സ്പൂൺ കട്ട തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ സമയത്തേക്ക് മാരിനേറ്റ് ചെയ്യാം. ഇനി ചിക്കന് വേണ്ടി ഒരു ചെറിയ സവാളയും 2 ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 1 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത്, ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായി ഇളക്കി ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ചെറുതീയിൽ അടച്ചു വെച്ച് നന്നായി വറ്റിച്ചെടുക്കാം. ചിക്കൻ പുട്ടിന് വേണ്ടുന്ന ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വാങ്ങാം. ഇനി നമുക്ക് ചിക്കൻ പുട്ടിനുള്ള മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മാവാണ്. ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് പുട്ട്, ഇടിയപ്പം, കൊഴുക്കട്ട, ഇലയട അല്ലെങ്കിൽ ഇലയപ്പം ഇവയെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. ഈ മാവ് ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് 3 കിലോ പച്ചരിക്ക് 1 കിലോ വരവരി അല്ലെങ്കിൽ ചാക്കരി അല്ലെങ്കിൽ റേഷനരി എടുക്കാം. ഇവ രണ്ടും ഒരുമിച്ചിട്ട് നന്നായി കഴുകി ഇടിയപ്പത്തിന് കണക്കാക്കി മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്ത് വാങ്ങുക. ഇനി ഇതിൽ നിന്നും 2 കപ്പ് മാവെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇത് വറുത്ത് വാങ്ങിയ മാവായതുകൊണ്ട് നന്നായി വെള്ളം പിടിക്കും. ഇതിപ്പോൾ 2 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമ്മുടെ മാവ് പുട്ടിന് വേണ്ടി റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇതുപോലെ എടുത്ത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് നോക്കാം. ഇതുപോലെ ചേർന്നിരിക്കുകയാണെങ്കിൽ മാവ് റെഡിയായി. നമ്മൾ മാവ് എത്ര നന്നായി നനച്ചെടുത്താലും ഇതുപോലെ കട്ട പിടിക്കും. ഈ കട്ടകളെല്ലാം നമുക്ക് കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം.
കട്ട പിടിച്ചാലും ഇല്ലേലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി പുട്ടുകുറ്റിയിലേക്ക് ഒരു ചെറിയ ലെയർ തേങ്ങ ചേർക്കാം. ഇനി ഒരു കൈ മാവ് ചേർക്കാം. ഇനി അടുത്ത ലെയറായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി ചിക്കന് മുകളിലേക്ക് ഒരല്പം തേങ്ങ ചേർക്കാം. അടുത്ത ലെയറായി മാവ് ചേർക്കാം. ഒരല്പം തേങ്ങ ചേർക്കാം. അടുത്ത ലെയർ ചിക്കൻ ചേർക്കാം. ഇനി കുറ്റി നിറയെ മാവ് വെച്ച് ജസ്റ്റ് ഒന്ന് കുലുക്കിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു ലെയർ ചിക്കൻ കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. പുട്ട് ചെറു തീയിൽ വേവിച്ചതിന് ശേഷം ആവി വന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ കുറ്റിയിൽ നിന്നും എടുക്കാം. നമ്മുടെ ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.